ഹായ്, അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു മുരിങ്ങക്കായും തക്കാളിക്കായും കൂടെ ഒരു ഒഴിച്ചുകറിയാണ്. നല്ലൊരു കറിയാണ് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു മെല്ലെ അമ്മക്കണേ എന്നൊരു അമ്മ ഇടുന്ന വീഡിയോ ഒക്കെ കാണാം. എന്നാൽ നമുക്കിനി തക്കാളി കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി എടുത്ത് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകട്ടെ. നമ്മുടെ മൺചട്ടി നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പം നമുക്കൊരു 5-10 ചുമന്നുള്ളി കീറിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ടിടാം. അത് നല്ലതായിട്ടൊന്ന് ഒത്തിരി അങ്ങ് വഴന്ന് വരണ്ട, എന്നാലും ഒരുമാതിരി ഒന്ന് വഴന്ന് വരട്ടെ, ഒന്ന് ചൂടാകട്ടെ. ഇത്രയും മതിയാകും, ചൂടായാൽ മതി തന്നെ. ഇനി നമുക്കിതിനകത്തോട്ട് 2 മുരിങ്ങയ്ക്ക അരിഞ്ഞ് വെച്ചതാണ്, അതതിനകത്തോട്ടിടാം. മുരിങ്ങയ്ക്കായ നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ. ചൂടായാൽ മതി, അല്ലാതെ മൂക്കുമൊന്നും വേണ്ട. മുരിങ്ങക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിങ്ങക്ക ചൂടായാൽ മതി. മൺചട്ടിക്കൊക്കെ നല്ല ചൂടല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് മുരിങ്ങക്ക ചൂടാകും. നമ്മുടെ മുരിങ്ങക്കായ എല്ലാം ചൂടായി. ഇനി നമുക്ക് അതിനകത്തോട്ട് 2 പഴുത്ത തക്കാളിക്ക നീളത്തിലരിഞ്ഞത് അതും കൂടി ഇതിനകത്തോട്ട് ഇടാം. നമുക്ക് അതും നമുക്കൊന്ന് ഇളക്കാം. വഴന്നൊന്നും വരണ്ട, അതും ഒന്ന് ഇളക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി നമുക്കെടുക്കാം. വേവിച്ചിട്ട് ഇത്രയും മതി. ഇനി നമുക്കിതിനകത്തൊരു ഇച്ചിരി പൊടിവകയെല്ലാം ഇടാം. അതിന് മുമ്പായിട്ട് നമുക്ക് 2 പച്ചമുളക് ഇടാം. അതിനെരിക്ക് ആവശ്യത്തിന് 2 പച്ചമുളക് ഇട്ട് നമുക്ക് പൊടിവകയെല്ലാം ഇടാം. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു ചെറിയ സ്പൂണിന് കാശ്മീരി മുളക് പൊടി പൊടിച്ചതാണ്, അതിന് വലിയ എരിവില്ല. ഒരു ചെറിയൊരു സ്പൂണ് മുളക് പൊടി, ചെറിയൊരു സ്പൂണിന് 2 സ്പൂണ് മല്ലിപ്പൊടി. ഇനി പാകത്തിന് ഉപ്പിടാം, അതിനാവശ്യത്തിന്. അപ്പോൾ നമുക്കെല്ലാം കൂടെ ഒന്ന് വേവിപ്പിച്ച് ഒന്ന് പച്ചമണമെല്ലാം ഒന്ന് പോട്ടെ. അരപ്പിൻ്റെ വലിയ തീയൊന്നും വേണ്ട, ഒരു ചെറിയ തീക്കകത്തിട്ടാൽ മതി. ചട്ടിയൊക്കെ നല്ലതായിട്ട് ചൂടുള്ളതുകൊണ്ട് അതിൻ്റെ പച്ചമണമെല്ലാം അങ്ങ് മാറിക്കോളും. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നമുക്കിനി ഇതിനകത്തോട്ട് 2 കപ്പ് വെള്ളത്തിനൊഴിക്കാം. ഇനി നല്ലതായിട്ടൊന്ന് വേകട്ടെ. 5-8 മിനിറ്റ് ഇരുന്നൊന്ന് വേകട്ടെ. ഒന്ന് മൂടി വെക്കാം. നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മിനിറ്റായി. അതിന് ആവശ്യത്തിനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കണം. ഒരു 1/4 മുറി തേങ്ങ തിരിച്ചരണ്ടിയത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2-3 വെളുത്തുള്ളി, പിന്നെ ശകലം മഞ്ഞൾപ്പൊടി, പിഞ്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതിനരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം. നമുക്കിനി ഇത് നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. അതുകൊണ്ട് നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെച്ചിട്ട് 5-10 മിനിറ്റായി, നല്ലതായിട്ട് വെന്തു. ഇനി നമുക്ക് ഈ തേങ്ങ അരച്ചത് അങ്ങോട്ട് ഒഴിക്കാം. തേങ്ങ ഒഴിച്ചിട്ട് അതിന് മിക്സിയുടെ ജാറ് കഴുകി നമുക്ക് ഇച്ചിരി കുറച്ച് വെള്ളം കൂടെ അതിനകത്തോട്ട് ഒഴിക്കാം.
കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം നമുക്ക്. നല്ല ഒരു കറിയാണ് ഇത്. ചോറുണ്ണാൻ ഇത് മാത്രം മതി. നമ്മുടെ കറി ഒന്ന് യോജിപ്പിച്ച് വരണം. ഇതൊക്കെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി അരപ്പെല്ലാം ഒന്ന് പിടിച്ച് വരണം. അതിന് നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. നമ്മുടെ കറി എണ്ണ ചെറുതായിട്ട് തിളച്ച് വന്നു. അധികം അങ്ങ് തിളപ്പിക്കണ്ട, നമ്മുടെ കറി അങ്ങ് പിരിഞ്ഞു പോകും. നല്ലവണ്ണം ഒന്ന് തിളച്ചാൽ മതി. കറിയുടെ പച്ചമണമൊക്കെ മാറാൻ ഇത്രയും തിളച്ചാൽ മതി നമ്മുടെ കറി. നമുക്ക് കറി ഒന്ന് ഇറക്കി വെച്ചേച്ച് നമുക്കൊരു കടുക് താളിക്കാം. ഒരു പാനടുപ്പയിലോട്ട് വെച്ച് ചൂടായി നമുക്ക് ഇച്ചിരി 2 സ്പൂൺ വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം. ഇച്ചിരി കടുകിടാം. അതിൻ്റെ കൂടെ ഒരു ശകല ഉലുവായിടാം. കൊച്ചുള്ളി അരിഞ്ഞതിടാം. കൊച്ചുള്ളി നല്ലതായിട്ടൊന്ന് ചുമക്കട്ടെ. ചെല്ലുമെന്ന് നമുക്ക് ചുമന്ന് മുറിച്ചതിടാം. മതിയാവും. അല്ലേ കരിഞ്ഞു നമ്മുടെ. ഇനി നമ്മൾക്ക് ചേർത്ത് പിടിക്കാം. നമ്മുടെ ചേർത്തോട്ട് നമ്മുടെ കറിയായി നല്ലൊരു കറി. നല്ലൊരു കറിനെ ചോറിന് കറി ഇത്ര മതി. എല്ലാവരും വെച്ചേക്കണം ഈ കറി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബൈ.